ഇവിടെ ഒരു ആവറേജിൻ്റെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യനാണ്. ഇത് ഈസി വേയിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഒരു 40 സെക്കൻഡിനകത്ത് എന്തായാലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ദ ആവറേജ് വെയിറ്റ് ഓഫ് സം ഗേൾസ് ഇൻ എ ഗ്രൂപ്പ് ഈസ് 54.8. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇവിടെ നമ്പർ ഓഫ് ഗേൾസാണ് കണ്ടുപിടിക്കേണ്ട ഒറിജിനലി. ഓക്കെ, നമ്പർ ഓഫ് ഗേൾസ് ആദ്യം 54.8 കിലോഗ്രാം ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൻ്റെ ഇനിഷ്യലി. വെൻ 5 ഗേൾസ് ഓഫ് ആവറേജ് വെയ്റ്റ് 56.4 കിലോഗ്രാം ലീവ് ചെയ്യുക. ഓക്കെ, ലീവ് ചെയ്യുക. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്താണെന്ന്, നമുക്ക് ഇനിഷ്യലി ഏത് ആവറേജ് ആണോ, ഇപ്പോൾ ഇനിഷ്യലി ഇവിടെ 54.8. അപ്പോൾ ഇവിടെ 5 പേര് ലീവ് ചെയ്യുക. അപ്പോൾ ലീവ് ചെയ്യുന്ന ആൾക്കാരുടെ ആവറേജ് നമ്മുടെ ഇനിഷ്യലി ആവറേജിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്ന് നോക്കുക. കൂടുതലാവുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ റിസൾട്ടിൻ്റെ ആവറേജ് കുറയുക ചെയ്യുക അല്ലേ. ആവറേജ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, പെർ ഹെഡ് എന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് തിയററ്റിക്കലി ആവറേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഈ ആവറേജിനേക്കാളും കൂടിയ ആൾ പോകുമ്പോൾ പോയ ആൾ എന്തായാലും ആ വെയിറ്റ് കൊണ്ട് പോവുകയും ചെയ്യും. എത്രയാണോ ഇനിഷ്യൽ ആവറേജിൽ നിന്ന് കൂടുതൽ വരുന്നത് അവർ ഈക്വലായിട്ട് അതിൽ നിന്നും പെർ ഹെഡിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് പോകും. അതാ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആവറേജ് ഏതാണോ കൂടുതൽ വരുന്നത്, പോകുന്ന ആൾക്കാർക്ക് ആവറേജ് കൂടുതലാണെങ്കിൽ നമ്മൾ റിസൾട്ടൻ്റ് ആവറേജ് കുറയും. ഇനി നേരെ തിരിച്ച്, ഇപ്പം പോകുന്ന ആൾക്കാർക്ക് ആവറേജ് നമ്മുടെ ഇനിഷ്യൽ ആവറേജിനെക്കാളും കുറവാണെന്ന് കരുതിക്കോ. അപ്പോൾ അവർ പോയി കഴിയുമ്പോൾ നമ്മുടെ റിസൾട്ടൻ്റ് ആവറേജ് കൂടുക ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽ കോൺസെപ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, ഞാൻ ഡീറ്റെയിൽ ക്ലാസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഇത് ശേഷം എന്താ ചെയ്യുക, 10 ഗേൾസ് ഓഫ് ആവറേജ് 57.5 ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യം പോയ ആൾക്കാരുടെ കാര്യം നോക്കാം. ഇവിടെ 56.4 kg ഉള്ള ആവറേജ് ഉള്ള ആൾക്കാരാണ് പോയത്. അങ്ങനെ എത്ര വരാം, 5 പേര് പോയി. നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇതിൽ നിന്ന് ഇത് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഓക്കെ 6 ആയി, ഇവിടെ 5 1 ആയി, 1.6 kg ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. പക്ഷേ എത്ര പേര് പോയി, 5 പേര് പോയി. ഓക്കെ, അപ്പോൾ 8 kg ഒരു കുറവ് സംഭവിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് എന്ത് പറ്റി, ഇവിടെ 10 പേര് വരുക അല്ലേ. ആൻഡ് 10 ഗേൾസ് ഓഫ് ആവറേജ് വെയിറ്റ് 57.5 കിലോഗ്രാം ജോയിൻ ദ ഗ്രൂപ്പ്. അപ്പം 57.5 kg. അപ്പോൾ വന്ന ആൾക്ക് നമ്മുടെ ഇനിഷ്യൽ ആവറേജിനേക്കാളും എത്രയാണോ ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്ന് ഇത് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 7, ഇവിടെ വരുമ്പോൾ 6 2.7 kg വരുന്നുണ്ട് അല്ലേ. പക്ഷേ 10 പേരുണ്ട്, അപ്പോൾ ഇൻറ്റു 10, അപ്പോൾ ഇവിടെ ഒരു 27 കിലോഗ്രാമിൻ്റെ ഇൻക്രീസ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഫൈനൽ നമ്മൾ റിസൾട്ടിന് എത്ര വരിക, 8 kg കുറയുകയും ചെയ്തു, 27 കൂടുകയും ചെയ്തു. അപ്പോൾ ഫൈനൽ എത്രയാണ്, 8 + 27 19 kg അല്ലേ. ഈ 19 kg എന്താ ഇൻക്രീസ് ആവുക ചെയ്യുക. 19 kg ഇൻക്രീസ് ആവുന്നത് എന്താ മീനിങ്, ഇപ്പം 19 kg നമുക്ക് ഗ്രാമിൽ എഴുതാം. കാരണം ഇവിടെ ഗ്രാമ ചോദിക്കുന്നത്. അപ്പം ഗ്രാം ആകുമ്പോൾ 19, ഓക്കെ ഇതായി, ഇത്രയും ഗ്രാമാണ്. അപ്പോൾ ആവറേജ് എന്താ ഉദ്ദേശിക്കുന്നത്, ഈ 19,000 ഗ്രാം കൂടിയത് കൊണ്ട് ആവറേജ് 380 ഗ്രാം കൂടി. ആവറേജ് ഞാൻ പറഞ്ഞാണ് പെർ ഹെഡ് എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് 380 കൂടും, അടുത്ത കുട്ടിക്ക് 380 കൂടും, അങ്ങനെ അടുത്ത കുട്ടിക്ക് 380 കൂടും. അങ്ങനെ കൂടി ടോട്ടൽ എത്ര കൂടി, 19,000 ഗ്രാം കൂടി. അപ്പോൾ നമുക്ക് കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഒരാൾക്ക് കൂടിയ എത്ര ആണെന്ന് ഡിവൈഡ് ചെയ്താൽ പോരെ അല്ലേ. ഒരാൾക്ക് എന്തായാലും 380 കൂടും. അങ്ങനെ എത്ര പേർ കൂടിയതാണോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ആൾക്കാരുടെ എണ്ണം കിട്ടില്ലേ അല്ലേ. അപ്പോൾ ഇത് 2 ക്യാൻസൽ ചെയ്യാം. 38 പോകുമ്പോൾ 50. ഓക്കെ, 50 ആ ഓപ്ഷനിൽ 50. പക്ഷേ 50 ആൻസർ അല്ല. എന്തുകൊണ്ട്, നമുക്ക് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ഗേൾസ് ഇനിഷ്യലി ഇൻ ദ ഗ്രൂപ്പ് വാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് നമ്മൾ ഇനിഷ്യലി എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ആദ്യം 5 പേര് പോയില്ലേ, ഇപ്പോൾ x - 5, പിന്നെ 10 പേര് വന്നില്ലേ +10,
ഇതിൻ്റെ റിസൾട്ടിൻ്റെ നമുക്ക് കിട്ടിയത് 50 അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നോക്കാം. ഇവിടെ എക്സ് പ്ലസ് 5 ഈക്വൽ ടു 50 ആയി. എക്സ് ഈക്വൽ ടു 45 ഈസി അല്ലേ. ഇതിൻ്റെ കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് നല്ല ലെങ്തിയാണ്, നല്ല ടൈം കൺസ്യൂമിങ്ങാണ്. ഇത് ജസ്റ്റ് കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഒരു 40 സെക്കൻഡിനകത്ത് എന്തായാലും ആൻസർ കിട്ടിയിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് വേണമെങ്കിൽ അറിയിക്കുക, ചെയ്യുന്നതായിരിക്കും.